ഒരു തീ പാറുന്ന എൽ ക്ലാസിക്കോ പോരാട്ടം പ്രതീക്ഷിച്ച് ടിവിക്ക് മുന്നിലിരുന്ന ഫുട്ബോൾ പ്രേമികൾക്ക് മുന്നിൽ അരങ്ങേറിയത് ആധികാരികമായ ഒരു ഫ്രഞ്ച് ഷോ. ഗ്രൂപ്പ് ഘട്ടത്തിൽ ഇരു ടീമുകളും നേരത്തെ തന്നെ നോക്കൌട്ട് ഉറപ്പിച്ചതിന്റെ ചെറിയൊരു ആലസ്യം മത്സരത്തിന്റെ തുടക്കത്തിൽ പ്രകടമായിരുന്നു എന്ന് വേണം പറയാൻ. ഹാലൻഡ് എംബാപ്പെ ദ്വന്ദ്വയുദ്ധം സ്വപ്നം കണ്ടിറങ്ങിയ ആരാധകർക്ക് മുന്നിലേക്ക് ഹാലൻഡിന് പകരം എംബാപ്പെ ഷോ വിത്ത് ഡെംബലെ മാജിക് ആണ് ഫ്രാൻസ് കാത്തുവെച്ചത്. നേരത്തെ തന്നെ നോക്കൌട്ട് ടിക്കറ്റ് എടുത്തതുകൊണ്ടാകാം നോർവേ കളം നിറഞ്ഞത് ഒരു സ്ട്രാറ്റജിക്കൽ ഗെയിമുമായാണ്. സൂപ്പർ താരം എർലിംഗ് ഹാലൻഡ് ഉൾപ്പെടെയുള്ള മുൻനിര താരങ്ങളെയെല്ലാം ബെഞ്ചിലിരുത്തി 10ലധികം മാറ്റങ്ങളുമായാണ് നോർവേ ബൂട്ടുകെട്ടിയത്. അതുകൊണ്ട് തന്നെ തുടക്കം മുതൽ ഫ്രഞ്ച് പടയുടെ ശക്തമായ മുന്നേറ്റങ്ങളാണ് മൈതാനത്ത് കാണാൻ കഴിഞ്ഞത്. അങ്ങനെ 7-ാം മിനിറ്റിൽ ഫ്രഞ്ച് നായകൻ കിലിയൻ എംബാപ്പയുടെ ഒരു കിടിലൻ പാസിൽ നിന്ന് കളിയുടെ ആദ്യ ഗോൾ പിറന്നു. പന്ത് സ്വീകരിച്ച ഫ്രാൻസിന്റെ 7-ാം നമ്പർ താരം ഒസ്മാൻ ഡെംബലെ നോർവീജിയൻ പ്രതിരോധത്തെ കാഴ്ചക്കാരാക്കി ബോക്സിലേക്ക് ഒരു മനോഹരമായ കർവിംഗ് ഷോട്ട് തൊടുത്ത് ഫ്രാൻസിനെ മുന്നിലെത്തിച്ചു. ഫ്രാൻസിന്റെ ആക്രമണ പരമ്പര അവിടെയും തീർന്നില്ല. 20-ാം മിനിറ്റിൽ വീണ്ടും എംബാപ്പയുടെ അസിസ്റ്റിൽ ഡെംബലെ തന്റെയും ടീമിന്റെയും 2ാമത്തെ ഗോൾ വലയിലാക്കി. എന്നാൽ ഫ്രാൻസിന്റെ ആഘോഷങ്ങൾക്ക് തൊട്ടടുത്ത മിനിറ്റിൽ ഒരു കൗണ്ടർ അറ്റാക്കിലൂടെ നോർവേയുടെ ആസ്കാർഡ് ഫ്രഞ്ച് വല ചലിപ്പിച്ചതോടെ സ്കോർ 2-1 നിലയിലായി. കളി വീണ്ടും ചൂട് പിടിച്ചെങ്കിലും 32-ാം മിനിറ്റിൽ കളം വീണ്ടും ഡെംബലെ കൈക്കലാക്കി. വലതുവശത്തു നിന്ന് തൊടുത്ത ഒരു പവർഫുൾ ബുള്ളറ്റ് ഷോട്ടിലൂടെ ഡെംബലെ തന്റെ ഹാട്രിക് തികച്ചു. ആദ്യ പകുതി അവസാനിക്കുമ്പോൾ 3-1 എന്ന ശക്തമായ ലീഡിൽ ഫ്രാൻസ് കളി പൂർണ്ണമായും കൈപ്പിടിയിൽ ഒതുക്കിയിരുന്നു. 2ാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ മത്സരത്തിലേക്ക് തിരിച്ചു വരാൻ നോർവേക്ക് അനുകൂലമായ ഒരു പെനാൽറ്റി ലഭിക്കുന്നു. കിക്ക് എടുക്കാൻ വന്ന ജോർജൻ സ്ട്രാൻഡ് ലാർസന്റെ ഷോട്ട് ഫ്രഞ്ച് ഗോൾ കീപ്പർ മൈക്ക് നെയ്നാൻ ഒരു അസാധ്യ ഡൈവിംഗിലൂടെ അനായാസം തട്ടിയകറ്റിയതോടെ നോർവേയുടെ പ്രതീക്ഷകൾക്ക് വീണ്ടും മങ്ങലേറ്റു. പിന്നീട് നോർവേ കടുത്ത സമ്മർദ്ദത്തിലാവുകയും മികച്ച ചില മുന്നേറ്റങ്ങൾ നടത്താൻ ശ്രമിക്കുകയും ചെയ്തെങ്കിലും അതൊന്നും ഗോളാക്കി മാറ്റാൻ അവർക്കായില്ല. ഒടുവിൽ 2ാം പകുതിയുടെ അധിക സമയത്ത് ഫ്രാൻസ് നോർവേയുടെ പെട്ടിയിൽ അവസാന ആണിയുമടിച്ചു. ബാഡ്ലി ബാർക്കോള നൽകിയ കൃത്യതയാർന്ന ഒരു ക്രോസ് തകർപ്പൻ ഒരു ഹെഡറിലൂടെ ഡെസീരെ ഡൌ നോർവീജിയൻ വലയിലെത്തിച്ചു. ആധികാരികമായ വിജയത്തോടെ ഗ്രൂപ്പിലെ എല്ലാ മത്സരങ്ങളും ജയിച്ച് 9 പോയിന്റോടെ ഫ്രാൻസ് റൗണ്ട് ഓഫ് 32ലേക്ക് രാജകീയമായി യോഗ്യത നേടി. തോറ്റെങ്കിലും ആദ്യ 2 മത്സരങ്ങൾ ജയിച്ചിരുന്ന നോർവേയും നേരത്തെ തന്നെ അടുത്ത റൗണ്ടിലേക്ക് പ്രവേശനം ഉറപ്പാക്കിയിരുന്നു.